RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2024 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെന്നൈ RRB സെലക്ട് ചെയ്യുന്നതാണോ ട്രിവാൻഡ്രം RRB സെലക്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇലക്ട്രിക്കൽ സ്ട്രീമിലാണോ ഇലക്ട്രോണിക്സ് സ്ട്രീമിലാണോ എക്സാം എഴുതേണ്ടത്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ള കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണോ എക്സാമിനേഷൻ എഴുതേണ്ടത്? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കേണ്ട ആവശ്യകതയുണ്ടോ? OBC സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പോസ്റ്റ് അനാലിസിസ് വീഡിയോയിലും ട്രേഡ് അനാലിസിസ് വീഡിയോയിലും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്കോർ റെയിൽവേ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷനെ പറ്റി ഞാൻ ഇതിന് മുന്നേ ഉള്ള എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ള കുട്ടികൾക്കാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും ഈ 4 ട്രേഡുകൾ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകൾക്കും ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 3 ഇയർ ഡിപ്ലോമയുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ലാറ്ററൽ എൻട്രി ഉള്ള കുട്ടികൾ നിങ്ങളുടെ ലാറ്ററൽ എൻട്രി വഴിയാണ് നിങ്ങൾ ഡിപ്ലോമ എടുത്തതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന 3 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഗ്രൂപ്പുകളായിട്ട് നോക്കുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ള കുട്ടികളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബവ് ഡിസിപ്ലിൻസ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും സബ് സ്ട്രീമിൽ പെട്ടതോ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും കോമ്പിനേഷനിൽ പെട്ട കുട്ടികൾക്കോ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരേ പോസ്റ്റുകളാണ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്റ്റിൽ ഇവിടെ കളർ കോഡ് നോക്കുക. സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന് കളർ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലിന് കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗക്കാർക്ക് ഓൾ ടുഗദർ 23 പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ 23 പോസ്റ്റുകളും എല്ലാ RRBയിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ചെന്നൈ RRBയിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം RRBയിലോ മുംബൈ RRBയിലോ അവിടെ ലഭ്യമായിട്ടുള്ള പോസ്റ്റുകൾ, ഈ പോസ്റ്റുകളിൽ അവിടെ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റ് നിങ്ങളുടെ ആ പേജിൽ കാണുള്ളൂ. പക്ഷേ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രിക്കൽ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 23 പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, അത് ഏതൊക്കെ പോസ്റ്റുകളാണെന്നും അതിൻ്റെ കാറ്റഗറി നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഓരോ പോസ്റ്റുകൾ ഏതൊക്കെ ട്രേഡിൽ വരുന്നതാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പച്ച കളറിൽ കാണുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഈ കളറിൽ കാണുന്നത് സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ട്രാക്ക് മെഷീൻ. ഈ മഞ്ഞ കളറിൽ കാണുന്നത് മെക്കാനിക്കലിൽ വരുന്നതാണ്. ഈ കളറിൽ കാണുന്നത് SNT സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇത് DMSന്റെ പ്രത്യേകത എന്താണ്? DMS എല്ലാ ഡിസിപ്ലിനിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ സിവിലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും ആൻഡ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നുമല്ലാതെ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 3 ഇയർ ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ DMS എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇലക്ട്രോണിക്സ് സ്ട്രീമിലാണോ കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിലാണോ ഞങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അപ്ലൈ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക്സ് ഫീൽഡിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണമാണ് ഞാൻ ഈ പറയുന്നത്. 23 പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള മുംബൈ RRBയിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 പോസ്റ്റുകളാണ്. ഈ 8 പോസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. SNT സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന 7 പോസ്റ്റുകളും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന DMS മാത്രമാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന
23 പോസ്റ്റുകളും എന്തായിരിക്കും ലഭ്യമായിരിക്കും. ആൻഡ് ആ പോസ്റ്റുകൾ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ 23 പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇലക്ട്രോണിക്സിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷനിൽ അപ്ലൈ ചെയ്യരുത്. കാരണം കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നിങ്ങളുടെ 2 ചോദ്യങ്ങൾ ഞങ്ങളോട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഇത്രയും അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ് തുടങ്ങിയ ഇത്രയും സ്ട്രീംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ആസ് പെർ നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പറും ഒഴിവുകളും ക്വാളിഫിക്കേഷനും വെച്ചുകൊണ്ട് ഞാൻ ഫോർമുലേറ്റ് ചെയ്തപ്പം നമുക്ക് കാണാൻ സാധിച്ചത് മെക്കാനിക്കലുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 17 പോസ്റ്റുകളുണ്ട്. മെക്കാനിക്കലുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 17 പോസ്റ്റുകളുണ്ട്. അഗെയിൻ ഈ 17 പോസ്റ്റുകളും എല്ലാ RRBയിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ പോസ്റ്റിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം RRB എടുക്കുകയാണ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റിന് ട്രിവാൻഡ്രം RRBയിൽ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി നമ്പറോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസിയോ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. സോ മെക്കാനിക്കലുകാർക്ക് ആസ് പെർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും? ഐഡിയൽ സിനാരിയോയിൽ 17 പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന RRBയിൽ ഈ 17 പോസ്റ്റുകളിലും ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 17 അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി മെക്കാനിക്കലിൽ, എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കലിൽ അല്ലെങ്കിൽ 4 ഇയർ BTech മെക്കാനിക്കലിൽ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി സിവിൽ ആൻഡ് അലൈഡ്. സിവിൽ ആൻഡ് അലൈഡിൽ ഈ 6 പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ എന്തും പറ്റും, DMSഉം പറ്റും. DMS എല്ലാ സ്ട്രീമുകാർക്കും പറ്റുന്നതാണ്, ഒബ്വിയസ്ലി സിവിലുകാർക്കും പറ്റും. അപ്പോൾ സിവിലുകാർക്ക് പോസ്റ്റുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റുകൾ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകൾ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ 2 പോസ്റ്റുകൾ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ സിവിലിൻ്റെ പോസ്റ്റ് വേറെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 6 കാറ്റഗറികളിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രീമിലുള്ള ആളുകൾ മാത്രമായിട്ടായിരിക്കും. ഇവിടെ കോമ്പറ്റീഷന് വേണ്ടി മെക്കാനിക്കലുകാരോ ഇലക്ട്രിക്കലുകാരോ ഇലക്ട്രോണിക്സുകാരോ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരിക്കില്ല. നേരെ മറിച്ച് മെക്കാനിക്കൽ സ്ട്രീമിൽ, ഇലക്ട്രോണിക് സ്ട്രീമിൽ, ഇലക്ട്രിക്കൽ സ്ട്രീമിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് സിവിലിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട 4 സ്ട്രീമുകൾ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, 4 സ്ട്രീമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിച്ചു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർ ഏത് ട്രേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബേസിക്കലി നിങ്ങൾക്ക് 2 ട്രേഡും ചൂസ് ചെയ്യാൻ പറ്റും. ആ ചൂസ് ചെയ്യുന്ന ട്രേഡ് നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സിലബസ് ഏതാണോ ആ സിലബസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇനി മെക്കാനിക്കൽ ആൻഡ് അലൈഡിൽ ഈ കൊടുത്തിരിക്കുന്ന ഇവന്മാരുടെ അവസ്ഥ എന്താണ്? മെക്കാനിക്കലിൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ഇവർക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എടുത്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കി കഴിഞ്ഞതാണ്. ആ പോസ്റ്റുകളെല്ലാം തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ തൊട്ട് താഴോട്ടുള്ള ആളുകൾക്ക് ഈ കാണുന്ന പോസ്റ്റുകളെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓർ ബേസിക് സ്ട്രീംസ്, ഇത്രയും പോസ്റ്റുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ പ്രൊഡക്ഷനും ഓട്ടോമൊബൈലിനും ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിനും ട്രാക്ക് മെഷീൻ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഒരു സെപ്പറേറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണുള്ളത് വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. മെക്കാനിക്കൽ ആൻഡ് അലൈഡിൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ് ഈ സ്ട്രീമിലുള്ള കോഴ്സാണ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ കാണുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിൻ്റെയോ സ്ട്രീമുകൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് പ്യുവർലി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള സ്ട്രീമുകളാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ പ്രൊഡക്ഷനും ഓട്ടോമൊബൈലിനും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രാക്ക് മെഷീനും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിൻ്റെ കാര്യം, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് വരുന്നതാണ്. പക്ഷേ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളും ഏതാണ്? മെക്കാനിക്കലിൻ്റെ പോസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്നിക്കൽ സിലബസ് ഇലക്ട്രോണിക്സ് കൊടുത്ത് പഠിക്കുക. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാറ്റഗറിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിവിടെ ഒരു എക്സെപ്ഷൻ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മെഷീനിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞു. മെഷീനിങ് എന്ന് പറയുന്നവർക്ക് ഇത്രയും പോസ്റ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് മുംബൈ RRB ആണ്. കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മുംബൈ RRB ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ കാണിക്കാൻ പറ്റുന്നത് മുംബൈ RRB ആണ്. അതുകൊണ്ടാണ് മുംബൈ RRB ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. മെഷീനിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ കാണുന്നത്. 8 കാറ്റഗറിയിലുള്ളത്. എല്ലാത്തിലും DMS ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമൊബൈലിനാകുമ്പോൾ മെഷീനിങ്ങിനേക്കാൾ അപേക്ഷിച്ച് എന്ത് കിട്ടും, നമുക്ക് ട്രാക്ക് മെഷീൻ കൂടി കൂടുതൽ കിട്ടും. ഇതാണ് ഈ ചാർട്ടിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചത്. ഓട്ടോമൊബൈലും പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് മെഷീൻ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇത്രയും പോസ്റ്റുകളെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡിനാണ് എന്ത് കിടക്കുന്നത്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കിടക്കുന്നത്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, മെക്കാനിക്കൽ പോസ്റ്റിലാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ മെക്കാനിക്കൽ പോസ്റ്റുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്ഷേ എക്സാം ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇതെല്ലാം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി ഇൻഫർമേഷൻ, IT, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഈ കാണുന്ന 7 എണ്ണമാണ്. നിങ്ങൾ ഇലക്ട്രോണിക് സ്ട്രീമിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ട്രാക്ക് മെഷീനും ഈ കാണുന്ന SNTയിലുള്ള പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇലക്ട്രോണിക്സിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ കാണുന്ന 7 പോസ്റ്റുകളാണ്. ഈ കാണുന്ന 7 കാറ്റഗറി നമ്പറുകളാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട 5 RRBയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന 5 RRBയിലുള്ള ഒഴിവുകൾ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ 484 ഒഴിവാണ് ഇലക്ട്രിക്കലുകാർക്കും ECക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മെക്കാനിക്കലുകാർക്ക് 444 ഒഴിവുകളിലേക്ക്, സിവിലിൽ 154 ഒഴിവിലേക്ക്, മെക്കാനിക്കലിൻ്റെ അലൈഡ് കാറ്റഗറിയിൽ 242 ഒഴിവും, ഇലക്ട്രോണിക്സിൻ്റെ അലൈഡ് കാറ്റഗറിയിൽ 56 ഒഴിവാണ് അവിടെ കാണുന്നത്, ചെന്നൈയിൽ കാണുന്നത്. ബാംഗ്ലൂരിലെയും മുംബൈയിലെയും സെക്കന്ദരാബാദിലെയും ട്രിവാൻഡ്രത്തെ ഒഴിവുകൾ നോക്കുക. ട്രിവാൻഡ്രത്തെ 71 ഒഴിവാണ് ട്രിപ്പിളിക്ക് അല്ലെങ്കിൽ ECക്കാർക്കും കൊടുക്കാൻ പറ്റുന്നത്. 58 മെക്കാനിക്കലുകാർക്ക്, 50 സിവിലുകാർക്ക്, 26 അലൈഡ് ഗ്രൂപ്പിന്. ഇലക്ട്രോണിക്സുകാർക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് എത്രയാണ്, 13. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ഗ്രൂപ്പിന് ആകെ കൊടുക്കാൻ പറ്റുന്നത് 13 ഒഴിവുകളാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് എവിടെയാണ്, മുംബൈയിലാണ്. 897, 800, 555, 333, 224. ബാംഗ്ലൂരും സെക്കന്ദരാബാദിലുള്ള ഒഴിവുകൾ നിങ്ങൾ നോക്കുക. ഇതാണ് വാക്കൻസി ടേബിൾ. ഇനി ഇവിടെ നിങ്ങൾ നേരത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ട്രിവാൻഡ്രം വെക്കുന്നോ ചെന്നൈ വെക്കുന്നോ, ട്രിവാൻഡ്രം RRB വെക്കണോ ചെന്നൈ RRB വെക്കണോ. അതിന് നമ്മുടെ സോൺ അനാലിസിസിൽ ട്രിവാൻഡ്രം RRBയുടെയും ചെന്നൈ RRBയുടെയും സോണുകൾ എങ്ങനെയാണ്, രണ്ടും സദേൺ റെയിൽവേയിൽ വരുന്നതാണ്. ആൻഡ് വേക്കൻസി എന്താണ്, തൊഴിൽ കിട്ടാൻ നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വീടിനടുത്ത് ജോലി കിട്ടണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോൺ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് മുംബൈയിലാണ്. ചെന്നൈയിലുള്ള ഒഴിവുകൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒഴിവുകൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള RRB സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. പ്രധാനമായിട്ടും 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുള്ളത്. A3, B1, B2, C1. A3, B1, B2, C1 എന്താണെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർ ആ ഭാഗം പോയി കാണുക. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കണം നിങ്ങളുടെ വിഷൻ, എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ പാസ്സാവേണ്ടത്, നിങ്ങളുടെ പവർ എത്രയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇനി ആ പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കളർ കോഡാണ് ഈ കാണുന്നത്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റുകൾ, സിവിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റുകൾ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റുകൾ, SND ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ
നിങ്ങൾ CBT1ഉം CBT2ഉം പാസ്സായാലും നിങ്ങൾക്ക് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ ജോലി ലഭ്യമാവുള്ളൂ. നിങ്ങൾ CBT1 കടന്ന് CBT2 എക്സാമും കടന്ന് നിങ്ങൾ ലിസ്റ്റിനകത്ത് വന്ന് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഈ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളത് എക്സാമിന് പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം ഈ 2 എക്സാമും പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് മെഡിക്കലി ഡിസ്ക്വാളിഫൈഡ് ആവുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഈ കാണുന്നതിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 6/9 ആണ് ഡിസ്റ്റൻസ് വിഷൻ വേണ്ടത്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ടോ യൂസ് ചെയ്യാതെയോ 6/9 നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A3 ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഏതൊക്കെ ടെസ്റ്റുകൾ പാസ്സാവണം? കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മെസോപ്പിക് വിഷൻ, ഇതെല്ലാം നിങ്ങൾ പാസ്സാവണം. നിയർ വിഷൻ ഈ പറയുന്ന പോലെ 0.6 0.6 ആയിരിക്കണം, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. B1ൻ്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6/9ഉം ഇവിടെ ആണെങ്കിൽ 6/9 ഓർ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. B2 ആണെന്നുണ്ടെങ്കിൽ 6/9 ഓർ 6/2 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. C1 ആണെന്നുണ്ടെങ്കിലും 6/12 ഓർ 6/18 ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഏതിലാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏതൊക്കെയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? കാറ്റഗറി നമ്പർ 5 അപ്ലൈ ചെയ്യാം, കാറ്റഗറി നമ്പർ 7 അപ്ലൈ ചെയ്യാം, കാറ്റഗറി നമ്പർ 19, 28, 30. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സിവിലുകാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും, SNT അപ്ലൈ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 5 പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ കൊടുത്തിരിക്കുന്നതിൽ. ഈ 5 പോസ്റ്റുകളിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കണം? A3 ആയിരിക്കണം. ഇനി B1 ആണെന്നുണ്ടെങ്കിലോ? B1 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള പോസ്റ്റുകൾ, അതിൻ്റെ കാറ്റഗറി നമ്പർ. ഇനി B2 ആണെന്നുണ്ടെങ്കിലോ? B2 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 3 പോസ്റ്റിനാണ് B2 ഉള്ളത്. C1 ആണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ. C1-നാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകളും ഉള്ളത്. സോ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ആ വേർഡിൻ്റെ മീനിങ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ, നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വരും? നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. സോ C1-നാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് DMS എല്ലാ ട്രേഡുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന DMS എന്ന് പറയുന്ന സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിലെ കീഴിലുള്ള DMS എന്ന് പറയുന്ന പോസ്റ്റും ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ചാർട്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണ്? നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട പോസ്റ്റിന് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBT1 കയറി CBT2 വന്ന് അതിനകത്ത് നിന്ന് മെഡിക്കലിൽ പോകുന്ന സമയത്ത് മെഡിക്കലിൽ ഔട്ടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തായിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അനക്സർ 2 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാണാൻ പറ്റും RRB എക്സാമിന് വേണ്ടിയിട്ട്. അതിന് തലക്കെട്ട് നോക്കുക. Format of certificate to be produced by other backward classes OBC NCL applying for appointment to post under the government of India. ഈ തലക്കെട്ടുള്ള ഓതറൈസിങ് കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ്, അതായത് RRB പറയുന്ന അതേ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ സിഗ്നേച്ചറോട് കൂടി ഈ തലക്കെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB എക്സാമിന് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് OBC NCL സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 ദിവസം കൊണ്ട് തഹസിൽദാരുടെ കയ്യിൽ നിന്നും ഒപ്പോടുകൂടി നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? RRB എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഏറെക്കുറെയൊക്കെ ഇതേ ഫോർമാറ്റ് തന്നെയാണ്. അതിനകത്ത് ഒപ്പുവെക്കുന്ന അതോറിറ്റി
കറക്റ്റ് ആയാൽ മതി. ആൻഡ് ഈ തലക്കെട്ട് നോക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള OBC NCR സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അക്ഷയ സെൻറ്ററിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ OBC NCR സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി വരാൻ പോകുന്ന നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ, ഓരോ സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം തുടങ്ങിയ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.